ഞാൻ എന്റെ ജീവിതം മാനവസേവയ്ക്കായി സമർപ്പിക്കാമെന്ന് സത്യം ചെയ്യുന്നു. ഞാൻ എന്റെ തൊഴിൽ മനസാക്ഷിയോടെയും അതോടൊപ്പം സത്യസന്ധതയോടെയും ചെയ്യുന്നതാണ്. കേരള പോലീസിന്റെ സത്യപ്രതിജ്ഞാ വാചകം. നമ്മുടെ നാടിന്റെ രഹസ്യങ്ങൾ കാത്തുരക്ഷിക്കും. യാതൊരു വിധത്തിലും ഞാൻ ദുരുപയോഗം ചെയ്യുന്നതല്ല. ഭാരതത്തിന്റെ എല്ലാ സംസ്ഥാനങ്ങളിലും അയ്യോ പാവം, എന്തെല്ലാം സ്വപ്നങ്ങളുമായിട്ടായിരിക്കും വന്നിരിക്കുന്നത്. ഇവന്മാരുടെ 5-8 മണിക്കൂർ വെയിൽ കൊണ്ട് കഴിയുമ്പോ സ്വപ്നമൊക്കെ ചുരുട്ടിക്കൂട്ടി നാട്ടിലേക്ക് പോകാതിരുന്നാ മതി. സാർ നമസ്കാരം സാർ. ആ മൂന്നാമത് നിൽക്കുന്നതാ എന്റെ മോൻ, പേര് രാജേഷ്. അവന്റെ കാര്യം നന്നായി നോക്കണേ സാർ. ശരി സാർ. അയ്യോ പണി പാളിയല്ലോ. സ്ലോ ആക്കിയത് വേഗം പോ, പേഷ്യൻസ് കാത്തിരിക്കായിരിക്കും. ചെക്കിംഗ് ഉണ്ട് ചേച്ചി, ഇൻഷുറൻസിന്റെ കാലാവധി കഴിഞ്ഞു. ലേഡീസ് കൂടെ ഉണ്ടെങ്കിൽ അവര് കൈ കാണിക്കൊന്നുമില്ല. മര്യാദയ്ക്ക് നാളെ പോയി ഇൻഷുറൻസ് എടുത്തോളണം. ലൈസൻസ് ആർസി ബുക്ക് എടുക്ക്. ഇൻഷുറൻസ് എന്താ മോനെ, ഇൻഷുറൻസ് എക്സ്പയർ ആയിട്ട് 6 മാസമായല്ലോ. സാറേ ഇത് ഡോക്ടറാ സാറേ, എമർജൻസി ആയിട്ട് ഹോസ്പിറ്റലിൽ പോയിരുന്നു. ഡോക്ടർ ആണെങ്കിൽ ഇൻഷുറൻസ് ഇല്ലാതെ വണ്ടി ഓടിക്കാന്നാ? മര്യാദയ്ക്ക് ഫൈൻ അടയ്ക്ക്, എന്നിട്ട് വേഗം പോവാ. ഒന്ന് വെറുതെ ഇരിക്കേച്ചി. സാർ ഇപ്രാവശ്യം ഒന്ന് ക്ഷമിക്കും സാർ. ഏയ് നീ ചാർജ് ഷീറ്റ് എഴുതി. പേര് പറ. ഫൈൻ 2000 രൂപ. ഇവിടെ അടയ്ക്കുന്നോ അതോ കോടതിയിലോ? സാർ എൻ്റെ 200 രൂപയേ ഉള്ളൂ. ചേച്ചി പേഴ്സ് അടയ്ക്ക്, സംസാരിക്കുന്ന കേട്ടില്ലേ? ഇവനെ കണ്ടിട്ടൊരു പാവാണെന്നാ തോന്നുന്നത്. ഡോക്ടർക്ക് അർജന്റായിട്ട് പോവാൻ വേണം. അതെ സാർ. എന്താ ഇപ്പൊ ചെയ്യാ? ഡോക്ടർ ആയതുകൊണ്ട് പറഞ്ഞു വിട്ടേക്ക്. പൊക്കോ. അവൻ ഇൻഷുറൻസ് എടുക്കാത്തതിന് ഡോക്ടർ എന്തിനാ നമ്മളെ നോക്കി കണ്ണുരുട്ടുന്നേ? ഇന്നത്തെ കാലത്ത് നല്ലതൊന്നും ചെയ്യാൻ പാടില്ലെന്നേ. ഏയ് സ്റ്റോപ്പ്. കാർത്തിക് സാർ പോലീസ് അക്കാഡമിയിൽ ഫസ്റ്റ് റാങ്കോടെ പാസ്സായ ആളല്ലേ, പിന്നെ എന്തിനാ സാർ പുള്ളിയെ ട്രാഫിക് ഡ്യൂട്ടിയിൽ നിർത്തിയിരിക്കുന്നത്? പണിഷ്മെന്റ് പോസ്റ്റിംഗ് ആണ്. ഇത് അങ്ങേര് ചോദിച്ചു വാങ്ങിയ പോസ്റ്റാ. ട്രാഫിക് എസ് ഐക്കും സാധാരണ എസ് ഐക്കും ശമ്പളത്തിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ഇല്ല. ആർക്കാ റിസ്ക് കുറവ്? ട്രാഫിക് പോലീസിൽ. ചേട്ടാ ഒരു ചായ. കാർത്തിക് സാറിന്റെ 13ാമത്തെ വയസ്സിൽ അച്ഛനും അമ്മയും മരിച്ചത്. അന്നോട്ട് അനിയത്തി അദ്ദേഹത്തിന്റെ എല്ലാം. മറ്റൊന്നിനും അദ്ദേഹത്തിന്റെ മനസ്സിൽ സ്ഥാനമില്ല. ഗുഡ് മോർണിംഗ്. ഈ ജോലിയൊക്കെ ചെയ്യാൻ ഒരാളുണ്ടായിരുന്നെങ്കിൽ നന്നായേനല്ലേ കാർത്തിക്? സേവയില് പറഞ്ഞിട്ട് നല്ലൊരു ജോലിക്കാരിയെ കിട്ടുമെന്ന് നോക്കാം. ഞാനും എത്ര കാലം എന്ന് വെച്ചാൽ നിനക്ക് ഇങ്ങനെ ഉണ്ടാക്കി തരാം. ബൈ. കുറച്ചു നേരം അവിടെ നിൽക്കട്ടെ. എടുത്തു ചാടി ഒന്നും ചെയ്യണ്ട. മിനിസ്റ്ററുടെ വണ്ടി പോയതിനു ശേഷം അവരോട്ടാ മതി. ഒരു 2 മിനിറ്റ് കൂടെ ക്ഷമിക്കേ. അവരെ കൈകാര്യം ചെയ്യും. വേഗം. വേണ്ട, ആളുകളൊക്കെ നിൽക്കുന്ന കണ്ടില്ലേ? പ്രശ്നം ഉണ്ടാക്കണ്ട. അടങ്ങി നിൽക്കട. ഞങ്ങളുടെ നേതാവ്, ഞങ്ങളുടെ യോദ്ധാവ്, യോദ്ധാവ്, ഞങ്ങളുടെ കണ്ണിലുണ്ണി, രക്ഷകൻ, പാവങ്ങളുടെ
ശരിക്കും മണ്ടനോ ഈ കാർത്തിക്? ഒരു കാര്യമില്ലാതെ ഓരോന്നിലും ഈ രാജേഷ് നിനക്കാരാ? സ്വന്തം ബന്ധമൊന്നുമല്ലല്ലോ. എന്തിനാടാ ഇങ്ങനെ? നമ്മളെ നോക്കാൻ ആരുമില്ല. ഈ ജോലി എങ്ങനെ പോയാലും ദിവ്യ നോക്കാൻ പിന്നെ ആരാടാ ഉള്ളത്? സാറിന്റെ വീഡിയോ യൂട്യൂബില് 3000 പേരെ ലൈക്ക് ചെയ്തിരിക്കുന്നത്. നമ്മുടെ പാർട്ടിയുടെ അന്തസ്സും അഭിമാനം എല്ലാം പോയി. എനിക്കിതിൽ ആരെ ഇഷ്ടപ്പെട്ടില്ല. ഇങ്ങനെ ഒറ്റടിക്കൊരു മറുപടി പറയരുത്. വ്യക്തമായിട്ട് കാരണം പറ. എങ്ങനത്തെ ആളെ വേണ്ടത് തുറന്നു പറ. നീ ഒരു ചെറിയ കുട്ടിയാ, നിന്നോട് ഇതിനെക്കുറിച്ചൊന്നും പറയാൻ പറ്റില്ല. എന്റെ പൊന്നളിയ, ഇത് കേൾക്കുമ്പോ എന്ത് അഭിമാനം ഉണ്ടെന്നറിയോ? കല്യാണം കഴിച്ചു വരുന്ന പെണ്ണ് നിന്റെ അനിയത്തെ നന്നായിട്ട് നോക്കില്ലെന്നുള്ള പേടികൊണ്ടല്ലേ നിന്റെ ജീവിതം ത്യാഗം ചെയ്യുന്ന? ഇതൊക്കെ വലിയ കാര്യമാണോടാ? എനിക്കെന്റെ അനിയത്തിയല്ലേ പ്രധാനം. ഇങ്ങനൊരു ചേട്ടനെ കിട്ടണമെങ്കിൽ പുണ്യം ചെയ്യണം മോളെ. എനിക്ക് വേണ്ടി ജീവിതം ത്യാഗം ചെയ്യാൻ പോണെന്നാ കേൾക്കാൻ നല്ല രസമൊക്കെ ഉണ്ട്. എന്നാൽ ആളിവൻ അത്ര നല്ലവനല്ലല്ലോ. എവിടെയോ ലോജിക്കിന്റെ ഒരു പ്രശ്നമുണ്ട്. ഏട്ടാ, വിദ്യമോളെ, ആരാ ഈ അങ്കിള്? സോറി ഏട്ടാ, ഏട്ടനോട് പറയാൻ മറന്നുപോയി. ഇദ്ദേഹം ഒരു മാരേജ് ബ്രോക്കറാ. നിന്നെ ഹെൽപ്പ് ചെയ്യാൻ ഒരാള് വേണ്ടേ, അതുകൊണ്ടാ. നിനക്ക് ആകെയുള്ള ഒരു ഫ്രണ്ട് ആണെങ്കിൽ തീറ്റക്കാര്യത്തിൽ മാത്രമേ ശ്രദ്ധയുള്ളൂ. പ്ലീസ് ഏട്ടാ, എനിക്ക് വേണ്ടിയെങ്കിലും സഹകരിക്ക്. ഇതിൽ 20 ഫോട്ടോ ഉണ്ട് സാർ. ഏതാ നല്ലത് നോക്കി ഒന്ന് സെലക്ട് ചെയ്യ് സാറേ. ഇതൊക്കെ ഇതും ഓക്കെ. ആഹാ, അളിയോ, അത് തീരെ കൊള്ളില്ല. കുറച്ച് കറുത്തല്ലേ? ചുമ്മാ ഇരിക്കടാ. അവർക്കിനി നമ്മളെ ഇഷ്ടപ്പെടുമെന്നല്ലേ നോക്കേണ്ടത്. സൗന്ദര്യത്തെക്കാൾ സ്വഭാവ പ്രധാനം. കറക്റ്റാ മോളെ. ഇതുപോലെ ഒരുത്തനെ ഞാൻ എന്റെ സർവീസിൽ ഒരിക്കലും കണ്ടിട്ടില്ല. വിവരക്കേട് പറയലടാ. ഞാൻ എനിക്കൊരു വൈഫിനെ മാത്രമല്ല അന്വേഷിക്കുന്നത്, എന്റെ അനിയത്തിക്കൊരു അമ്മയും കൂടിയാ. ഇതെല്ലാം ഓക്കെയാ സാറേ. നിങ്ങളെ പോലെ എല്ലാ ചെറുക്കന്മാരും ഇങ്ങനെ ആയിരുന്നെങ്കിൽ ലോകം എന്നെ നന്നായനെ. സാർ, ഒരാഴ്ചക്കുള്ളിൽ നിങ്ങളുടെ കല്യാണം ഞാൻ നടത്തിയിരിക്കും. നല്ല പെണ്ണിനെ തന്നെ നോക്കാം സാർ. ഈ കാട്ടുപന്നി എവിടെയോ കണ്ട പോലുണ്ടല്ലോ. സാർ, നിങ്ങൾ സെലക്ട് ചെയ്ത 18 പേരുടെ വീട്ടിൽ നിന്ന് കല്യാണം എപ്പം നടത്താന്ന് ചോദിക്കുക. സാറ് തന്നെ ഈ ഫോട്ടോയിൽ നിന്ന് പറഞ്ഞ സെലക്ട് ചെയ്തിരുന്നെങ്കിൽ വളരെ നന്നായിരുന്നു സാർ. കുറച്ചുകൂടെ ബെറ്റർ നോക്കാം. സാർ, ഇത് നിങ്ങൾ തന്നെ സെലക്ട് ചെയ്തതാ? ഇത് കല്യാണക്കാരിയാ, അത്ര പെട്ടെന്നൊരു തീരുമാനം എടുക്കാൻ പറ്റുമോ? നീയാണല്ലേ ഈ കല്യാണം മുടക്കിയത്. ഈ ജന്മത്തിലല്ല, ഒരു ജന്മത്തിലും നിന്റെ കല്യാണം നടക്കില്ല. നിന്റെ ആ തലയാട്ടല് കണ്ടപ്പോഴേ ഞാൻ മനസ്സിൽ വിചാരിച്ചതാ ഇതിലെന്തെങ്കിലും ഒരു തിരിമറി നടക്കുമെന്ന്. അന്ന് തൊട്ട് ഫോട്ടോ പോലും നോക്കാതെ 100 പെൺകുട്ടികളെ വേണ്ടാന്ന് പറഞ്ഞില്ലേ? മോളെന്തീ പറഞ്ഞു വരുന്നേ? അത്യാവശ്യം കൊള്ളാവുന്ന ഓപ്ഷനൊക്കെ അതിലുണ്ടായിരുന്നു. ഏറ്റവും നല്ല സൂപ്പർ ഫിഗറിനെയൊക്കെ വേണ്ടാന്നല്ലേ പറഞ്ഞത്? എന്തോ ഒരു കുഴപ്പം നടന്നിട്ടുണ്ട്. ഒരു കുന്തവും നടന്നിട്ടില്ല. മര്യാദയ്ക്ക് കഴിച്ചിട്ട് ഹോംവർക്ക് ചെയ്യാൻ നോക്ക്. വലിയ വയലും വർത്താനമായിട്ട് നീ എന്താടാ വന്ന ജോലി നോക്ക്. അല്ലങ്കിളെ, ഇതിലെന്തോ കാര്യമുണ്ട്. കാർത്തിക് അങ്കിൾ അറിയാതെ ഒന്നും ചെയ്യില്ല. സത്യം പറ, അവൻ ആരെങ്കിലും ലവ് ചെയ്യുന്നുണ്ടോ? ലവ് ഒന്നും അവനെ പറ്റിയ പണിയല്ല. ഇതുവരെ ഒരു പെണ്ണോട് സംസാരിച്ചു പോലും ഞാൻ കണ്ടിട്ടില്ല. വേറെന്തോ കാര്യമാണ്. പ്രോമിസ്? അമ്മയാണ് സത്യം.